മോഹൻ ഭാഗവത് അദ്ദേഹം ഒരു പ്രഭാഷണ പരമ്പരയ്ക്കിടെ പറയുകയാണ്, ഇനി ഹൈന്ദവർക്ക് 3 കുട്ടികൾ ഉണ്ടാകണം, അത് നിർബന്ധമായും ഉണ്ടാകണമെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തെ പോലൊരു വ്യക്തി, ഒരു നേതാവ് ഇത്തരത്തിൽ പറയുമ്പോൾ അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാതെ അദ്ദേഹം ഇത്തരത്തിലൊരു ആഹ്വാനത്തിന് മുതിരുകയില്ല എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ. അതെ, അദ്ദേഹം പൊതുവിലാണ് പറയുന്നത് ഇന്ത്യക്കാർക്ക് ഇത് വേണമെന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു കാര്യം, 3-ൽ താഴെ ജനനിരക്കുള്ള സമുദായങ്ങൾ പതുക്കെ ഇല്ലാതാകും എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം നമ്മളുടെ സമുദായം, അതായത് സ്വാഭാവികമായിട്ടും ഈ ലിബിയയിലെയും സിറിയയിലെയൊക്കെ ചരിത്രം വെച്ചുകൊണ്ട് തന്നെയായിരിക്കണം അദ്ദേഹം പറയുന്നത്. നമ്മളുടെ പോപ്പുലേഷൻ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ പോപ്പുലേഷൻ, ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ്റെ കാര്യമൊന്ന് നമുക്കൊന്ന് അവലോകനം ചെയ്തു നോക്കാം. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 1951 സെൻസസ് പ്രകാരം 84% ഹിന്ദുക്കളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്, 305 മില്യൺ. അന്ന് ഉണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 9.8%, 35.4 മില്യൺ എന്ന് പറയുന്നത്. 2025 കണക്കുകൾ, കാരണം സെൻസസ് നടന്നിട്ട് കുറച്ച് നാളായി, സെൻസസ് നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ പറയുന്ന അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു കണക്കാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 കോടി, അതായത് 230 മില്യൺ മുസ്ലിം പോപ്പുലേഷനാണ് ഇന്ത്യയിലുള്ളത്. അതായത് നിയർലി 15%, ഏതാണ്ട് 15%, അതായത് 9.8-ൽ നിന്ന് 15%-ലേക്ക് ഇസ്ലാമിൻ്റെ പോപ്പുലേഷൻ, മുസ്ലിം പോപ്പുലേഷൻ ഇന്ത്യയിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ നിൽക്കുകയാണ്. അതുപോലെ ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ്റെ കാര്യം അപ്പോൾ എടുത്ത് പരിശോധിക്കാം. ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ 84%-ൽ നിന്ന് 76.5%-ലേക്ക് താഴ്ന്നു. അങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ എന്ന് പറയുകയാണ്. അപ്പോൾ എത്ര വ്യത്യാസം? ഇപ്പോൾ ഏതാണ്ട് 10%-ൻ്റെ വ്യത്യാസം ഇവിടെ ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ടായി. അത് എവിടെ പോയി, ഹിന്ദുക്കൾ എവിടെ പോയി എന്നുള്ളൊരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. 2050 മുസ്ലിം പോപ്പുലേഷൻ 31.10 കോടിയാകുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ലിബിയ എന്ന് പറയുന്ന രാജ്യം ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. അതെങ്ങനെയാണ് ഇസ്ലാമിക രാജ്യമായതെന്ന്? അപ്പോൾ അതിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിക്കണം. എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങൾക്ക് എന്ത് പറ്റി, അവരുടെ ജീവിതത്തിന് എന്ത് പറ്റി, അവരുടെ കുടിയേറ്റം എങ്ങനെയാണ് ബാധിച്ചത്, പോപ്പുലേഷൻ ഗ്രോത്ത് എങ്ങനെയാണ് അവർക്കിടയിൽ ഡിക്ലൈൻ ചെയ്ത്. ലിബിയ അടിച്ച് തകർത്തല്ലോ, ലിബിയയിൽ കയറി ഇസ്രായേൽ അടിച്ച് തകർത്തപ്പോൾ ലിബിയയിലെ ഒരു വിഭാഗം ജനങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്തീയ സമൂഹം വലിയ ആഘോഷം നടത്തി. അതിന് കാരണം ഇതാണ്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം രാജ്യം ഇല്ലാതാക്കപ്പെട്ടു, അവരവിടെ അന്യവൽക്കരിക്കപ്പെട്ടു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ അവർക്ക് ഇപ്രകാരമേ ചിന്തിക്കുക. സിറിയ IS ഭരിക്കുന്ന രാജ്യം ഒന്ന് ആലോചിച്ചു, ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. സിറിയൻ കത്തോലിക്കരെ കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ പറയുന്ന സിറിയൻ സഭ, ക്രിസ്ത്യൻ സഭകൾ, കത്തോലിക്കരാണോ അത്? സിറിയൻ സഭകൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ സഭകൾ, സിറിയൻ സഭകളൊക്കെ ഇല്ലേ, അവരുടെ കാര്യങ്ങളൊക്കെ എന്തായി? അവർ ഇപ്പോഴും ആശങ്ക പ്രകടിപ്പിച്ചിട്ട് ഇവിടുന്ന് ഇവിടെ വന്ന വലിയൊരു വൈദികൻ പോയല്ലോ തിരിച്ച് സിറിയയിലേക്ക്. അവിടെ യുദ്ധം നടക്കുമ്പോൾ അവിടുത്തെ ക്രിസ്ത്യൻ പള്ളികളും അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹവും എല്ലാം ഭീഷണിയിലാണ്. അതെങ്ങനെ IS ഭരിക്കുന്ന ഒരു രാജ്യം ബഷർ അൽ അസദിൻ്റെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് IS ഭരിക്കുന്നു. മുസ്ലിം പോപ്പുലേഷൻ രാജ്യമായിട്ട് ഇതെങ്ങനെയാണ് മാറിയത്? അതിൻ്റെ ചരിത്രം ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറിയാം, ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു. അപ്പോൾ ഇന്ത്യയിലുണ്ടാകുന്ന ഈ പോപ്പുലേഷൻ ചേഞ്ചിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയും ഹിന്ദുക്കളുടെ ഇടയിൽ ഈ പറയുന്ന പുത്രോത്പാദനം, സന്താനോത്പാദനത്തിൽ വലിയ രീതിയിലുള്ള കുറവ് വരുന്നു എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഹിന്ദുക്കൾ കൂടുതൽ വിദ്യാഭ്യാസം ആർജിക്കുന്നതോടുകൂടി തന്നെ അവർ വിവാഹം കഴിക്കുന്നത് വൈകുന്നു. വിവാഹം കഴിച്ചാൽ തന്നെ കുട്ടികൾ ഉണ്ടാകുന്നത് വൈകുന്നു. അഥവാ ഈ പറയുന്ന വിവാഹത്തിനും തയ്യാറാവുകയാണെങ്കിൽ തന്നെ കുട്ടികൾ വേണ്ട എന്നുള്ള കണ്ടീഷൻ വയ്ക്കുന്നു. അഥവാ കുട്ടികൾ ജനിച്ചാൽ തന്നെ ഒരു കുട്ടി മതി എന്ന് പറയുന്നത് നിർത്തുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക്, ഇത്തരത്തിലേക്കുള്ള സാമൂഹ്യ പ്രശ്നമായിട്ട് മാറുകയാണ്. അതായത് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതിനോട് ചേർത്ത് തോന്നിയത് കൊണ്ട് പറയുന്നതാണ്. ഹൈന്ദവർക്ക് സന്താനോത്പാദനം എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം, ഒരു കുട്ടിയുള്ളെങ്കിൽ അതിനെ വൃത്തിയായി വളർത്തുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അതിനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി ആ രീതിയിലേക്ക് വളർത്തുക, ഒരു രാജ്യത്തിന് ഉതകുന്ന രീതിയിൽ, ഒരു സമൂഹത്തിലേക്ക് ഇറക്കി വിടാൻ കഴിയുന്ന രീതിയിലേക്ക് വളർത്തുക. കുട്ടികൾ കുറേ ഉണ്ടായി, നമ്മൾ പറയില്ലേ പെറ്റുകൂട്ടി, പക്ഷെ ഇതെങ്ങനെ വളരും, എങ്ങനെയെങ്കിലും വളർന്നോളും എന്ന് പറയുന്ന ഒരു ചിന്താധാര അത് ഹൈന്ദവരുടെ മനസ്സിലൂടെ പോയിട്ടില്ല. പക്ഷെ മറ്റുള്ളവർക്ക് ഇത്തരം ചിന്തകളാണ് ഉള്ളത്. അവർക്ക് ഈ പറയുന്ന നെല്ലിക്കക്കൊട്ട കമഴ്ത്തിയതുപോലെ സന്താനോൽപാദനം നടത്തി ഈ പറയുന്ന പെറ്റുകൂട്ടി ഇടാനുള്ള ഒരു മെഷീനാണ്. അതായത് എന്താ പറയുക, പേറ്റുനോവിൻ്റെ വിലയെ പറ്റി പറയും, പക്ഷേ ആ പേറ്റുനോവിൻ്റെ വില മനസ്സിലാക്കുന്ന ഒരു സംസ്കാരം ഇല്ലാത്തവർക്ക് ഈ പറയുന്ന പെറ്റ് കൂട്ടുന്ന ഒരു മെഷീനായിട്ട് സ്ത്രീയെ കാണുകയാണ് ചെയ്യുന്നത്.
സന്താനോൽപാദന യന്ത്രം അതായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വിഭാഗങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ പിള്ളേരെ ജനിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് വളർന്നോളും. അതാണ് അവരുടെ ചിന്താഗതി. അപ്പോൾ ഈ പറയുന്ന ഹൈന്ദവ സമൂഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ കുട്ടിയെ വൃത്തിക്ക് വളർത്തുന്ന ഇത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമറ്റിക് മതങ്ങളാണ്. പ്രത്യേകിച്ച് അവർ ആഹ്വാനം ചെയ്യും 10 കുട്ടി വേണം, 15 കുട്ടി വേണം. അപ്പോൾ ഈ രീതിയിൽ അവരുടെ പുറപ്പാട് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് വലിയ അപകടം ചെയ്യുന്ന കാര്യമാണ്. കാരണം ഇത് എങ്ങനെ ലിബിയയുടെ സംസ്കാരം മൊത്തം മാറിപ്പോയി. ലിബിയ വളരെ ലിബറലായിട്ടുള്ള, വളരെ ഇന്നൊവേറ്റീവായിട്ടുള്ള സാംസ്കാരിക കേന്ദ്രം, ലോക സാഹിത്യത്തിൻ്റെയൊക്കെ കേന്ദ്രങ്ങളിലൊന്നായിരുന്നേ. പേർഷ്യൻ സാഹിത്യത്തിൻ്റെയൊക്കെ വിശാല വിസ്തൃതിയിലുള്ള ഒരു സംസ്കാരത്തിൻ്റെയൊക്കെ കേന്ദ്രമായിരുന്നു. ഇസ്ലാമിന് മുമ്പ് അവിടെ ഇസ്ലാം ആധിപത്യത്തിനൊക്കെ മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംസ്കാരം നിലനിന്നിരുന്ന രാജ്യങ്ങളാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ അധപ്പതിച്ചു പോയത്? അവിടെ പൊട്ടിത്തെറിച്ചാൽ ഹൂറിയെ കിട്ടുമെന്ന് വിചാരിച്ച് സ്വപ്നം കാണുന്ന ആൾക്കാർ തമ്മിൽ തോക്കെടുത്ത് വെച്ച് വെടിവെക്കുന്നവർ, നീ ഷിയ ഞാൻ സുന്നി എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ നിൽക്കുന്ന മനുഷ്യർ, ഇത്തരം ഭീതിതമായ ഭീകരവാദത്തിൻ്റെ എപ്പോൾ വേണം കാർ ബോംബ് സ്ഫോടനം നടത്താം, എപ്പോൾ വേണമെങ്കിലും ഒരു പള്ളിക്കകത്ത് ബോംബ് പൊട്ടാം, ഇപ്പുറത്ത് പൊട്ടാം. ഈ പറയുന്ന അതിഭീകരമായ സാഹചര്യങ്ങളാണെന്ന് നിലയ്ക്ക് ഇന്ത്യയിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല. പാകിസ്ഥാനിൽ കണ്ടില്ലേ? പാകിസ്ഥാനിൽ നിരന്തരം പൊട്ടിക്കൊണ്ടിരിക്കുക. അവരുടെ സൈനിക ഉദ്യോഗസ്ഥർ ഈ ഭീകരർക്ക് ചെലവും കൊടുത്ത് വളർത്തിക്കൊണ്ടിരുന്നവരുടെ മക്കൾ പഠിച്ചിരുന്ന സൈനിക സ്കൂളിനകത്ത് കയറി ഈ പറയുന്ന ഭീകരർ വെടിവെച്ച് കൊന്നില്ലേ? പാമ്പ് വളർത്തിയതാ. പാമ്പിനെ താലോലിച്ച് വളർത്തി അയലത്തുകാരനെ കൊത്തിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവസാനം ഇതെന്ത് ചെയ്തു? ഇത് അതിരി കടന്ന് അങ്ങോട്ട് പോയില്ല, സ്വന്തം വീട്ടിൽ കയറി സ്വന്തം മക്കളെ കൊത്തിക്കൊന്നു. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്താകമാനം. അത് ഇന്ത്യയിൽ സംഭവിക്കാതിരിക്കാൻ ഇന്ത്യയിൽ അത്തരത്തിലൊരു പ്രവർത്തനം ബംഗ്ലാദേശിൽ കണ്ടില്ലേ? ഹിന്ദു വംശഹത്യ നടന്നുകൊണ്ടിരിക്കുന്നു. ഹിന്ദുവാണോ അവൻ്റെ കഴുത്തിൽ കിടക്കുന്ന തുളസിമാല പൊട്ടിച്ചെടുക്കുന്നു, അവൻ്റെ കഴുത്തിൽ കിടക്കുന്ന ജപിച്ച് കെട്ടിയ ചരട് പൊട്ടിച്ചെടുക്കുന്നു, അവൻ്റെ കയ്യിലെ രാഖിയും രക്ഷാബന്ധനും അവൻ്റെ ചരടും എല്ലാം അറുത്ത് കളയുന്നു. സ്ത്രീയാണെങ്കിൽ അവരുടെ സിന്ദൂരം വെള്ളമൊഴിച്ച് വായിക്കുന്നു. ഇതിൻ്റെ വീഡിയോകൾ വൈറലായിട്ടുണ്ടെന്നേ. ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ബംഗ്ലാദേശിൽ ഇപ്പോഴും നടക്കുന്ന സംഘടിതമായി ഹിന്ദുവിന് നേരെ നിരന്തര ആക്രമണം, അവരുടെ വംശഹത്യയാണ്. അത് തൊട്ടടുത്തുള്ള ആസാമിൽ നടക്കുന്നുണ്ട്. കുടിയേറ്റക്കാരായ ആൾക്കാർ ചേർന്ന് കലാപം ഉണ്ടായി ഹിന്ദുക്കളെ കൊന്നൊടുക്കും. അത് ഈ പറയുന്ന ബംഗ്ലാദേശിൽ ബംഗാളിൽ നടക്കുന്നുണ്ട്, അസമിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ നിരന്തരമായിട്ട് നമ്മുടെ ഈ പറയുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലാകമാനം അനധികൃതമായി കുടിയേറിക്കൊണ്ട് വലിയ തോതിലുള്ള വർഗീയ കലാപങ്ങൾ നടത്തി ഹിന്ദു വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അത് വലിയ പ്രശ്നമായിട്ട് മാറുകയാണ്. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മോഹൻ ഭാഗവത് പറയുന്നത്, ഈ കണക്കുകൾ കൂടെ ഒന്നും ആലോചിച്ച് നോക്കിയാൽ മതി, എത്ര കൃത്യമായിട്ടുള്ള കണക്കുകൾ. ഈ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഇത്തരത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാവിയിൽ ഒരിക്കലും നമുക്ക് ഒന്നും ഉണ്ടാകില്ല. നമ്മുടെ സിനിമാ രംഗം തന്നെ ഭരിച്ചിരുന്നത് ആരാണ്? ഭരിച്ചിരുന്നത് ഈ ഖാൻമാരുടെ വലിയ നേതൃത്വമാണ്. അവരുടെ തിട്ടൂരത്തിന് കീഴിലാണ് ബോളിവുഡ് അടക്കം പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഖാൻമാരുടെയും ഈ പറയുന്ന അത്തരത്തിലുള്ള കക്ഷികളുടെയൊക്കെ കയ്യിൽ അമങ്ങിയിരുന്ന ഇന്ത്യൻ സിനിമ ഇന്ന് ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുക. നമുക്ക് ഓർമ്മയില്ലേ 80കളിലെയും 90കളിലെയും ഗാനങ്ങളൊക്കെ എങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്? 90കളിലെ പ്രത്യേകിച്ച് ഈ ഖാൻമാരുടെ നിയന്ത്രണത്തിലുള്ള പാട്ടുകൾ മാത്രമേ വരുള്ളൂ. ഇന്നാണ് ഇന്ത്യൻ സംഗീതം അല്പമെങ്കിലും, അതായത് കർണാടക സംഗീതമോ ഇന്ത്യൻ സംഗീതമോ എല്ലാം തന്നെ ഇല്ലെങ്കിൽ അല്പമെങ്കിലും ഹൈന്ദവമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ കണികകളെങ്കിലും സിനിമകളിലേക്ക് കടന്നു വരുന്നത് ഇപ്പോഴാണ്. കഴിഞ്ഞ 10 കൊല്ലം ഇല്ലെങ്കിൽ 12 കൊല്ലത്തിനിടയ്ക്കാണ്. അതിനു മുമ്പ് ആ സംസ്കാരം പോലും ഇല്ലായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംസ്കാരം രാജ്യം മൊത്തം ആരായുള്ള അവസ്ഥ എന്തായിരിക്കും? മുഗളന്മാർ ശ്രമിച്ചിട്ട് നടന്നില്ല. അത് ഭാരതത്തിൽ നടക്കുമോ എന്നുള്ളൊരു കാര്യം സംശയമാണ്. കാരണം ഭാരതം അത്രയേറെ ധൈഷണിക ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു സംസ്കാരമാണ്. അതിനെ ഒരിക്കലും നശിപ്പിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് അതിനെ സനാതനം എന്ന് പറയും. പക്ഷേ നിരന്തരമായ ആക്രമണത്തെ ചെറുക്കാനായിട്ടുള്ള ഒരു അവതാര പിറവി അത് നമ്മളിൽ നിന്ന്, ഓരോ മനുഷ്യരിൽ നിന്നും ഉണ്ടായില്ലെങ്കിൽ വലിയ നാശത്തിലേക്ക് പോകും. ലിബിയയുടെയും സിറിയയുടെയും അവസ്ഥ വരും. കേരള സ്റ്റോറികളൊക്കെ സത്യമായിട്ട്, അതായത് അതിൽ പറയുന്ന നമ്പർ മാത്രമേ മിസ്റ്റേക്കുള്ളൂ, ബാക്കിയെല്ലാം ശരിയാ, നടന്ന കാര്യങ്ങളാണ്. കേരള സ്റ്റോറികൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കും. ആ കേരള സ്റ്റോറികൾ നിരന്തരം നടന്ന് അവസാനം റിലീവ് ഖലീവ് ചലീവ് എന്ന് പറയുന്ന കാശ്മീരിൽ ഉയർത്തിയ മുദ്രാവാക്യം, ഒന്നുകിൽ ഇവിടം വിട്ടു പോവുക, അല്ലെങ്കിൽ കൊല്ലപ്പെടുക, അല്ലെങ്കിൽ മതം മാറുക, ഈ പറയുന്ന രീതിയിലേക്കുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഒടുവിൽ നമ്മൾ ഈ പറയുന്ന സംസ്കാരവും നമ്മളുടെ വിശ്വാസവും എല്ലാം തകർക്കപ്പെട്ട് എല്ലാം കടലെടുത്ത് എല്ലാം നശിച്ച് ഇതിൽ നിന്ന് നമ്മൾ സ്ഥാനഭ്രഷ്ടരാക്കി, ഇല്ലെങ്കിൽ ഈ പറയുന്ന അടിമകളാക്കപ്പെട്ട് ജീവിക്കേണ്ടി വരും. ആ അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ മോഹൻ ഭാഗവത് പറഞ്ഞതിനെ ശിരസാ വഹിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാവണം.
അത് മാത്രമേ മോചനത്തിന് സാധ്യമായ ഒരു വഴിയുള്ളൂ. ഈ പറയുന്ന സ്വയം അവതാരമായി, സ്വയം ഭഗവാനായി, സ്വയം ഈശ്വരനായി, നാരായണനായി സ്വയം ആ ശക്തി ആർജിക്കുകയും ഒരുമിച്ച് നിന്നുകൊണ്ട്, ഒന്നിച്ചു നിന്നുകൊണ്ട് കരുത്തോടുകൂടി സ്വസമുദായത്തിനും സമാജത്തിനും വിശ്വാസങ്ങൾക്കും സംസ്കാരത്തിനും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാതെ ഈ പറയുന്ന 100-ാം വാർഷികത്തിൽ വലിയ സന്ദേശമാണ് സംഘം ജനങ്ങൾക്കാകെ കൊടുക്കുന്നത്. അത് ഏറ്റെടുക്കാതെ, അത് ഹൃദയപൂർവ്വം നടപ്പിലാക്കാതെ നമുക്ക് മുന്നോട്ട് പോകുന്നത് അസാധ്യമായിരിക്കുമെന്ന് വർത്തമാനകാല സാഹചര്യങ്ങളെല്ലാം തന്നെ ചരിത്രത്തിൻ്റെ പിൻബലത്തോടു കൂടി പറഞ്ഞു തരികയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.